നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു വിഷമമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ വയറ് ആഫ്റ്റർ ഡെലിവറി വയറ് കുറയുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കുറക്കാമെന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ ഫരീദ മാമിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. മാം, എങ്ങനെയാണ് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഈ വയറിൻ്റെ ഈ ഒരു കുറക്കാനുള്ള ടെക്നിക്സ് അതെങ്ങനെയാണ്? അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു വയറ് ചാടി വരുന്നു, ഡെലിവറി കഴിയുമ്പോൾ അത് കുറയുന്നില്ല. അതുപോലെ സിസേറിയൻ ആണെങ്കിൽ വയറ് കുറയുന്നില്ല, നോർമൽ ഡെലിവറി ആണെങ്കിലും പിന്നെ കുറച്ചും കൂടെ വയറ് കുറയും, പക്ഷെ സിസേറിയൻ ആവുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ പലരും പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വയറ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് വയറ് ചാടാനുള്ള റീസൺസ് എന്താണ്, ആദ്യം അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വയറ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ വയറ് ചാടാനുള്ള റീസൺസ് പറയുന്നത്, ഒന്നാമത്തത് ഈ വയറ് പ്രഗ്നൻസി മൊത്തത്തിൽ ആദ്യം ഒട്ടിയിരിക്കുന്ന വയറായിരിക്കും. പക്ഷേ പ്രഗ്നൻസി കുഞ്ഞ് വളരും തോറും വയറ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് വലിയുന്നുണ്ട്. അപ്പോൾ ഈ മസിൽസ് വലിഞ്ഞ് ഡേറ്റ് ആകുമ്പോഴേക്കും കുഞ്ഞിനൊരു 3 കിലോ തൂക്കം അല്ലെങ്കിൽ 1.5 കിലോ തൂക്കം, എന്തായാലും അത്രയും കുഞ്ഞ് ആ ടേം ആകുമ്പോഴത്തേക്കും വയറിൻ്റെ മസിൽസ് എല്ലാം ലൂസായി കാണും. ഓക്കെ, അപ്പോൾ ഈ ലൂസായ മസിൽസ് ഡെലിവറി കഴിയുമ്പോൾ അതേപോലെ ടൈറ്റ് ആവുന്നില്ല. അതാണ് ഒരു കോസ്. രണ്ടാമത്തെ കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസിയിൽ മൊത്തം നമ്മുടെ ബോഡിയിൽ ഈ ഗർഭിണിയുടെ ഏത് ഗർഭിണിയാണെങ്കിലും 10-12 കിലോ കൂടുന്നുണ്ട് പ്രഗ്നൻസിയിൽ. ടോട്ടൽ 10 to 12 kgs ആണ് ആവറേജ്. അതായത് ഒരു ശരാശരി ഒരു ഗർഭിണി കൂടുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 കിലോ വരെയാണ്. ചിലർ അതിൽ കൂടുതൽ കൂടും, 20 കിലോ 25 കിലോ വരെ കൂടുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി കുഞ്ഞിൻ്റെ ആ വെള്ളവും അതുപോലെ യൂട്രസ് വളരുന്നതിൻ്റെയും എല്ലാം കൂടെ ഉള്ള വെയിറ്റ് കൂട്ടിയാലും മാക്സിമം വരുന്നത് 6 കിലോ ആണ്. അപ്പോൾ ബാക്കി എത്രയൊക്കെയോ കൂടിയിട്ടുണ്ട്, ആ മൊത്തം വെയിറ്റ് കൂടിയിരിക്കുന്നത് ഈ അമ്മയുടെ വെയിറ്റ് ആണ്. അപ്പൊ അതില് നല്ലൊരു ശതമാനം വയറിന്റെ ഭാഗത്ത് ഫാറ്റ് ആയിട്ട് അടിഞ്ഞുകൂടി കാണും. അപ്പൊ അതാണ് കുറച്ച് വെയിറ്റ് ആയിട്ട് കൂടുന്നത്. അപ്പോൾ നമുക്ക് ആ ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റാണ്. അതുപോലെ ആ ഞാൻ പറഞ്ഞ മസിൽ വീക്കായത് അത് ടൈറ്റ് ആക്കണമെങ്കിൽ എക്സസൈസ് ചെയ്യണം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്.